സ്വന്തമായിട്ട് ഒരു തലോണ ഇല്ല എന്നുള്ളത് ഇന്നലെ ഇവിടെ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. തലോണ ഇവിടെ തലോണ ഇല്ല, നമുക്ക് വൈകുന്നേരം വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഒന്ന് വാങ്ങിക്കൊന്നും വേണ്ട, 2 തലോണ കവറായിട്ട് ഇങ്ങോട്ട് പോരാ, ഇഷ്ടം പോലെ ഫോം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്നത്തെ പരിപാടി അതാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പോയി വീട്ടിലേക്ക് വേണ്ട ചിക്കനും സാധന സാമഗ്രികളൊക്കെ ഞാൻ ഓർഡർ കൊടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴേ വണ്ടി ഏകദേശം കഴുകാറായിട്ടുണ്ട്. കുളിച്ച് നല്ല സുന്ദരിയായിട്ടാണ് പോയത്. കുളിക്കും തോറും തലയിലെ മുടി കുറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം തല കുളിക്കാത്തത്. അങ്ങനെ ആകെ മൊത്തം 282 രൂപയ്ക്ക് ചിക്കനും ബാക്കി സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് നേരെ ചിന്നുൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ മമ്മി അച്ചിങ്ങയൊക്കെ അരിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കൊണ്ടുവന്ന പില്ലോ കവറൊക്കെ എനിക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ അവിടെ അപ്പം ചിക്കൻ കറി ആയിരുന്നു, അവർക്ക് നല്ല ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരപ്പം 2 കഷ്ണം ചിക്കനും പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വിശേഷം പറച്ചിൽ തുടങ്ങി. കണ്ടിട്ട് കുറേ നാളായി, ഏകദേശം ഒരു 2-3 ആഴ്ചയായി. അപ്പോൾ അതുകൊണ്ട് വിശേഷം എന്തോറും പറഞ്ഞിട്ടും തീരണില്ല. ഇരുന്നും കിടന്നും നിന്നും ഒക്കെ കുറേ കഥകൾ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് ആ ചുവന്ന ചുരിദാറും വേണ്ട, അവർക്ക് ആ ബന്ധവും വേണ്ടെന്ന്. ആ ബന്ധം എന്താണെന്നല്ലേ, അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ തയ്യൽ പരിപാടികളിലേക്ക് കടന്നു. ഇതാണ് എൻ്റെ ഇന്നത്തെ തയ്യൽ ടീച്ചർ. 7 കൊല്ലം മുന്നേ വാങ്ങിച്ച മെഷീനാണ്. നല്ല തകൃതിയായിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ കീറിയതും എന്താ പറയുക ഷേപ്പ് ചെയ്യാനുള്ളതും അങ്ങനത്തെ കുറേ സാധന സാമഗ്രികളൊക്കെ ഇതിൽ നടക്കും. എനിക്കത്ര കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ് അറിയില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ് ഞാൻ തയ്ച്ചു നോക്കിയപ്പോഴേ ആൾ കൂടിയിരിക്കണം. ആദ്യം മമ്മി 2 കീറിയ നൈറ്റി ആയിട്ട് വന്നു, അത് കഴിഞ്ഞപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ആയിട്ട് വന്നു. അങ്ങനെ ആ 2 നൈറ്റിയും ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ തയ്ച്ചു കൊടുത്തു. അവിടെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള കുട്ടി, ആ കുട്ടി വീട്ടിലിരുന്ന് 2 ഉടുപ്പും കൊണ്ട് വന്നിരിക്കണം. അതിന്റെ വള്ളി പോയി പോലും. വള്ളി ഞാൻ വെച്ച് വന്നപ്പോൾ വള്ളി ഉടുപ്പിന്റെ അകത്തായി പോയി. എന്നാൽ പിന്നെ വള്ളി വേണ്ട, കീറിയത് മാത്രം തയ്ച്ചു തരാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ആളായി, ബഹളായി, വിശേഷങ്ങൾ അങ്ങനെ കൂടി. വീണ്ടും നമ്മുടെ തലോണ കവർ റീസ്റ്റിച്ച് ചെയ്യുന്ന പരിപാടിയിലേക്ക് വന്നുട്ടാ. ഞാൻ കുറേ ഫോമായിരുന്നു, കുറേ കുത്തിയൊക്കെ നിറച്ചു. ഞാൻ ചെയ്യണതിലൊന്നും അത്ര വലിയ പെർഫെക്ഷൻ ഇല്ല. എങ്ങനെയോ 2 തലോണയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. നിങ്ങൾ കണ്ടാ ഞാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സല്ലാണ്ട് പോകും വരുന്നത്. ഫോം കുത്തി നിറച്ചപ്പോഴേ എനിക്ക് ഭയങ്കര അലർജി വന്നു. പിന്നെ ഞാൻ എൻ്റെ ടീഷർട്ട് അവിടെ ഊരിയിട്ടിട്ട് അവളുടെ ടീഷർട്ട് എടുത്ത് ഇട്ടിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ.